ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് പറയുന്നത് പ്രീ റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചാണ്. തീരെ ചെറിയ പ്രായം മുതലേ കുട്ടികൾ ഇതുപോലെ നിറയെ ഭിത്തിയിലും പേപ്പറിലും കിട്ടുന്ന എല്ലാത്തിനകത്തും കുത്തി വരച്ച് തുടങ്ങും അല്ലേ. അപ്പോൾ അതായത് ഒരു വയസ്സ് കഴിയുമ്പോൾ മുതൽ, അപ്പോൾ ആ ഒരു പ്രായം മുതലേ പ്രീ റൈറ്റിംഗ് സ്കിൽസ് നമുക്ക് തുടങ്ങാവുന്നതാണ്. അതായത് ആക്ച്വലി അവർ എഴുതി തുടങ്ങുന്നതിന് മുൻപ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾ കുത്തി വരച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അവർക്ക് കയ്യിൽ കൊടുക്കാവുന്നതാണ് ഇതുപോലുള്ള ക്രയോൺസ്. അപ്പോൾ നമ്മൾ സാധാരണ വട്ടത്തിലുള്ള ഉരുണ്ടിരിക്കുന്ന ക്രയോൺസിനേക്കാളും ഇതുപോലെയുള്ള ക്രയോൺസ് കുറച്ചുകൂടി സഹായകരമായിരിക്കും. അതായത് ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള അന്നേരം നമുക്ക് ആ ഒരു പിടിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ലേറ്റർ ഓൺ ഇപ്പോൾ പെന്നാണെങ്കിലും പെൻസിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾ പഠിക്കാനായിട്ട് നല്ലതാണ് ഇതുപോലെയുള്ള പെൻസിൽസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ക്രയോൺസ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ചോക്ക് കൊടുക്കാം. അതിനുശേഷം ക്രയോൺസ് ഒക്കെ നല്ലവണ്ണം പിടിക്കാൻ അതിനുശേഷം ഇതുപോലെ പേപ്പറിൻ്റെ അകത്തോ അതല്ല നമ്മൾ ഇതുപോലെയുള്ള ബോർഡിൻ്റെ അകത്ത് ഈ ടേബിൾ ചോക്ക് ബോർഡാണ്. അപ്പോൾ അതുപോലെയുള്ള ബോർഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രതലത്തിലാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ കുത്തുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കുത്തുകൾ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികളോട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ളൊരു സമയമാണെന്നുണ്ടെങ്കിൽ അവരോട് കുത്തുകൾ കൂട്ടി യോജിപ്പിക്കാൻ പറയണം. അപ്പം ഇങ്ങനെ ഈ പ്രാക്ടീസാണ് ലേറ്റർ ഓൺ ലെറ്റേഴ്സ് ട്രേസ് ചെയ്യാനും ഷേപ്സ് ട്രേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുട്ടികളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളത്രയും ഇങ്ങനെ കുത്തുകൾ കൊടുത്തിട്ട് അതിപ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ ഇങ്ങനെ ലൈൻസ് വരയ്ക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാവുന്ന എന്നാൽ അത്യാവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള മറ്റൊരു പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റിയാണ് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ അകത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ പാറ്റേൺ കുട്ടികളെ കൊണ്ട് വരപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പുണ്ട്, ഒരു സിഗ്സാഗ്. അപ്പോൾ നമ്മൾ ശരിക്കും അക്ഷരം പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ AZWN അതുപോലെ കുറേ ലെറ്റേഴ്സ് എഴുതാനായിട്ട് നമുക്ക് ഈ ഒരു സിഗ്സാഗ് പാറ്റേൺ പഠിക്കണം അല്ലേ. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും അധികം തെറ്റുന്നൊരു കാര്യമാണ് ഈ കേഴ്സ്. നോക്കുമ്പോൾ നമുക്ക് U ഉണ്ട്, C ഉണ്ട്, N, സ്മോൾ ലെറ്റർ N, അതുപോലെ കുറേ കാര്യങ്ങൾ എഴുതാനായിട്ട് നമുക്ക് ഈ കേർവ്സ് വേണം. അപ്പോൾ ആ ഒരു കേർവ്സ് എഴുതാനായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ഹോൾസ് ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൽ, ഇതൊരു സിമ്പിൾ എന്തോ സാധനം വന്നതിൻ്റെ ബാക്കി വന്നൊരു കാർഡ്ബോർഡാണ്, അതിൻ്റെ പുറത്ത് വന്നൊരു കാർഡ്ബോർഡാണ്. അപ്പോൾ ആ കാർഡ്ബോർഡ് വെട്ടി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഷേപ്സ് ഇതുപോലെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർ തെറ്റിക്കാതെ ഇങ്ങനെ അവർക്ക് കൃത്യമായിട്ട് ഇതിങ്ങനെ ട്രേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കളേഴ്സൊക്കെ വെച്ച് കളിക്കാനായിട്ട് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അവരുടെ ഇപ്പോൾ നമ്മൾ 1 2 3 4 ആണെങ്കിൽ അല്ലെങ്കിൽ ABCD അവരുടെ സ്വന്തം പേരാണെങ്കിൽ അതും ഇതേപോലെ ഒരു ചാർട്ടിൽ എന്തെങ്കിലും ഇതുപോലെ എഴുതിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ ക്യൂറ്റിപ്പ് വെച്ച് എഴുതാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം വിരൽ വെച്ചിട്ടാണെങ്കിലും കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാം. അപ്പോൾ ഈ ലെറ്ററിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഡോട്ടിട്ട് പോയാൽ മതി. അപ്പം ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് വഴി. അപ്പോൾ ഇതിപ്പം ഒന്നാമത്തെ ലെറ്റർ അല്ലെങ്കിൽ നമ്പർ ഒരു കളറും വെച്ച് എഴുതിയതിന് ശേഷം അടുത്ത നമ്പർ അടുത്ത കളറും കൊണ്ട് എഴുതുക, അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കുട്ടികളെയും കൊണ്ട് എഴുതിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കുട്ടികളുടെ ഈ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, കുട്ടികളുടെ പേരാവാം, അങ്ങനെ പല ഐഡിയാസ് ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ കാർഡ്ബോർഡിൻ്റെ അകത്ത് ആ ഒരു ഹോൾ ഇട്ടിട്ട് അത് വെച്ച് ട്രേസ് ചെയ്ത് പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു ബുക്കിലോ പേപ്പറിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെയുള്ള കുറേ പാറ്റേൺസ്, അതിപ്പം അഗെയിൻ സിഗ്സാഗ് തന്നെ 2 രീതിയിലുണ്ട്. ഇവിടെ ഞാൻ കേർവ്സ് ഉണ്ട്, പിന്നെ കണ്ടില്ലേ, ഇതെല്ലാം ട്രേസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻ്റെ ബുക്കിൽ ആക്ച്വലി ഞാൻ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് തന്നെ ഞാൻ ഒരു പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റി ബുക്കായിട്ട് ഒരു വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഒരേ ഒരു പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റിയും കൂടെ കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പം ഞാൻ മുൻപും പല വീഡിയോസിൽ ഇതുപോലെ ഗാർലിക് വെച്ച്, വെളുത്തുള്ളി വെച്ച് കുട്ടികളെയും കൊണ്ട് ഓരോ ഗെയിംസൊക്കെ ചെയ്യിപ്പിക്കുന്നതൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഈ ചോക്ക് ബോർഡിലാണ് ഞാനിപ്പോൾ എഴുതുന്നത്. അതിപ്പം പേപ്പറിലോ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചോക്ക് ബോർഡിൽ, ഇത് മോൻ്റെ ടേബിളാണ്, അപ്പോൾ ടേബിളിൻ്റെ പുറത്ത് ഞങ്ങൾ ചോക്ക് ബോർഡ് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബിഗ് സ്വേൾ വരച്ചാൽ അതിൻ്റെ മുകളിൽ കുട്ടീനെ കൊണ്ട്, അതിപ്പം ഞാൻ വെളുത്തുള്ളി എടുത്തതിൻ്റെ ഉദ്ദേശം അതാകുമ്പോൾ ഒരു ചോക്കും കസാടില്ല, ഇൻ കേസ് പിള്ളേർ വായിലിട്ടാലും കടിച്ചു കഴിയുമ്പോൾ ആ ഒരു കയ്പുള്ളതുകൊണ്ട് വിഴുങ്ങത്തില്ല എന്നുള്ളതിൽ തുപ്പിക്കളയും എന്നുള്ളൊരു സേഫ് സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ
വെളുത്തുള്ളിയോ കല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് എന്താണോ അത് വെച്ചിട്ട് ഈ കുട്ടീനെ കൊണ്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. അപ്പോൾ അതുവഴി നമ്മളിങ്ങനെ കൈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ബാലൻസ്, ആ ഒരു കോർഡിനേഷനൊക്കെ പഠിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ നമ്മളിനി അടുത്ത വീഡിയോ ചെയ്യുന്നത് പ്രീ റൈറ്റിംഗ്. ഞാൻ പറഞ്ഞു ആ ബുക്ക് കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇനി പ്രീ റൈറ്റിംഗിൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കാവുന്ന കുറച്ച് ടോയ്സ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.